ഹലോ എല്ലാവർക്കും ഫ്രെയിമിംഗ് സ്റ്റോറീസിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആനന്ദ്. ഇന്ന് നമ്മുടെ ബ്ലെൻഡർ മെയ്ഡ് ഈസി സീരീസിന്റെ 6ാമത്തെ എപ്പിസോഡിലേക്ക് പോവുകയാണ്. ഈ ഒരു പാർട്ടില് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചെയ്ത് നിർത്തിയ കാർ മോഡലിന്റെ റെൻഡർ എങ്ങനെ ചെയ്തെടുക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഇതുവരെയാണ് ചെയ്ത് നിർത്തിയത്. നമ്മളിപ്പോൾ റെൻഡർ മോഡിലോട്ട് പോവുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും 4 വ്യൂ മോഡ്സ് ഉണ്ട്. ഒന്ന് വയർ ഫ്രെയിം മോഡ്, നമ്മുടെ ഫേസസിനെ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മോഡ് ഉള്ളത്. അടുത്തുള്ളത് ഒബ്ജക്റ്റ് മോഡ്, മെറ്റീരിയൽ പ്രിവ്യൂ മോഡ്. അടുത്ത് വരുന്നതാണ് റെൻഡർ മോഡ്. നമ്മളിപ്പോൾ ഒരു റെൻഡർ എടുക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഈ ഒരു വീഡിയോ. ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും, ലൈറ്റ്സ് ഒന്നുമില്ല. നമ്മൾ നേരത്തെ ആഡ് ചെയ്ത ആ ഒരു എമിഷൻ ഷേറ്ററിന്റെ ആ ഒരു ലൈറ്റ് മാത്രമേ ഇപ്പൊ നമുക്ക് കാണുന്നുള്ളൂ. നേരത്തെ പ്രിവ്യൂ മോഡുള്ള ആ ഒരു ലൈറ്റ് നമുക്ക് കാണുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോ ബ്ലെൻഡറിൽ ഒരു ലൈറ്റും ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ബ്ലെൻഡറിൽ ഡീഫോൾട്ട് ആയിട്ട് വരുന്ന ഒരു ലൈറ്റ് സോഴ്സ് അല്ലെങ്കിൽ HDRI എന്ന് പറയുമ്പോൾ ഒരു 360 ഇമേജ് ആണ്. ആ ഒരു ഇമേജിൽ നിന്നുള്ള ലൈറ്റ് ആണ് നമ്മുടെ ഈ ഒരു സീൻ ലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് റെൻഡർ ചെയ്യുമ്പോൾ ആ ഒരു ലൈറ്റ് നമുക്ക് കാണത്തില്ല. അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകം ഒരു ലൈറ്റ് ആഡ് ചെയ്യണം. അല്ലെങ്കിൽ ഒരു HDRI നമ്മൾ മാനുവലി ആഡ് ചെയ്യേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് വേൾഡ് പ്രോപ്പർട്ടീസിൽ പോവുക. ഇവിടെ കളറിൽ അടുത്തുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഷെയ്ഡിങ് വർക്ക് സ്പേസിലോട്ട് പോയതിനു ശേഷം ഇവിടെ ഒബ്ജക്റ്റിന് പകരം വേൾഡ് സെലക്ട് ചെയ്യുക. രണ്ടും ഒരേപോലെ തന്നെയാണ്. ഇനി ഷിഫ്റ്റ് A, ടെക്സ്റ്ററിന്റെ അവിടെ എൻവയോൺമെന്റ് ടെക്സ്ചർ സെലക്ട് ചെയ്യുക. ഇവിടുത്തെ കളറിലോട്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ബ്ലെൻഡർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഫോൾഡറിൽ ഈ ഒരു HDRI നമുക്ക് കാണാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഓപ്പൺ കൊടുക്കുക. നിങ്ങളുടെ ലോക്കൽ ഡിസ്ക് സിയിലോട്ട് പോയതിനു ശേഷം പ്രോഗ്രാം ഫയൽസിൽ ബ്ലെൻഡർ ഫൗണ്ടേഷൻ എന്ന് പറയുന്നൊരു ഫോൾഡർ ഉണ്ട്. അതിൽ ബ്ലെൻഡർ നിങ്ങളുടെ വെർഷൻ നമ്പർ എന്ന് പറയുന്നൊരു ഫോൾഡർ ഉണ്ട്. അതിൽ നിങ്ങളുടെ വെർഷൻ നമ്പർ വെച്ചിട്ടൊരു ഫോൾഡർ ഉണ്ട്. അതിൽ സെലക്ട് ചെയ്തതിനു ശേഷം ഡേറ്റ ഫയൽസ് സെലക്ട് ചെയ്യുക. അതിൽ സ്റ്റുഡിയോ ലൈറ്റ്സ് സെലക്ട് ചെയ്തതിനു ശേഷം വേൾഡ് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ള HDRIs നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിലുള്ള സൺറൈസ് .exr എന്ന് പറയുന്ന HDRI ആണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നത്. അത് സെലക്ട് ചെയ്യുക, ഓപ്പൺ ഇമേജ് കൊടുക്കുക. ഇനി നമ്മൾ ലേഔട്ടിൽ പോയിട്ട് റെൻഡർ വ്യൂ പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, ആ ഒരു ഇമേജിനെ ബേസ് ചെയ്തിട്ടുള്ള ലൈറ്റ് ആണ് നമ്മുടെ ഈ ഒരു കാറിന് വന്നിരിക്കുന്നത്. കാണാൻ നല്ല രസമായിട്ടുണ്ട്. ഇനി റെൻഡർ ചെയ്യുമ്പോൾ മെയിനായിട്ട് നമ്മൾ റെൻഡർ ചെയ്യാൻ പോകുമ്പോൾ വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സീനിലോട്ട് ഒരു ക്യാമറ ആഡ് ചെയ്തിട്ടില്ല. അതിനു വേണ്ടി ഷിഫ്റ്റ് A പ്രസ് ചെയ്യുക. ഇവിടെ ക്യാമറ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യാം. ഇപ്പോഴൊന്നും സംഭവിച്ചിട്ടില്ല. നമ്മൾക്ക് ഈ ഒരു ബട്ടൺ ഉണ്ട്, ഇവിടെ ക്യാമറ വ്യൂ എന്ന് പറഞ്ഞിട്ട് ബട്ടൺ ഉണ്ട്. അതിൽ സെലക്ട് ചെയ്ത് നമ്മൾ ക്യാമറയിൽ ഇപ്പം എന്താണോ കാണുന്നത് അതിലോട്ട് പോകും. അതല്ലെങ്കിൽ നമ്പർ പാഡ് 0 പ്രസ് ചെയ്താലും മതി. അതായത് 0 പ്രസ് ചെയ്യുക, വീണ്ടും ഒന്നുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ക്യാമറ വ്യൂ നിന്ന് പുറത്ത് വരും. ഈ Ctrl+Alt+0 പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു വ്യൂവില് ക്യാമറ ലോക്ക് ആയിരിക്കും. നമ്മുടെ ക്യാമറ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു പൊസിഷനിലോട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ക്യാമറയുടെ പ്രോപ്പർട്ടീസിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ഫോക്കൽ ലെങ്ത്, ഡെപ്ത് ഓഫ് ഫീൽഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഫോക്കൽ ലെങ്ത് ഞാനിപ്പോൾ 35 കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു റെൻഡർ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതായിരിക്കും നമ്മൾക്ക് കാണാൻ പറ്റുന്നത്. ഇനി ഞാൻ ചെറിയൊരു ആനിമേഷനും കൂടെ ഈ ഒരു ഒബ്ജക്റ്റിൽ നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഷിഫ്റ്റ് A പ്രസ് ചെയ്തിട്ട് empty എന്ന് പറയുന്ന ഒരു പാനൽ ഓപ്ഷനിലോട്ട് പോവുക. അതിൽ പ്ലെയിൻ ആക്സിസ് സെലക്ട് ചെയ്യുക. ഇപ്പൊ നമുക്ക് കാണാൻ പറ്റില്ല. യെസ് കൊടുത്ത് ഒന്ന് വലിക്കുമ്പോൾ ആ ഒരു empty വലുതായിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് നമ്മുടെ ഈ ഒരു ഒബ്ജക്റ്റ് ഇതുമായിട്ട് പാരന്റ് ചെയ്യുക. പാരന്റ് ചെയ്യുമ്പോൾ ഇനി ഈ ഒരു empty എങ്ങോട്ട് പോയാലും ഈ ഒരു കാർ അതിന്റെ പിറകെ പോകുന്നുണ്ട്. ഇതിനെ ജസ്റ്റ്
ഈ ഒരു empty എന്ന് പറയുന്നത് നോൺ റെൻഡറബിൾ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണ്. ഈ ഒരു ഒബ്ജക്റ്റ് നമ്മൾ റെൻഡർ ചെയ്താൽ കാണാൻ പറ്റത്തില്ല, പക്ഷെ നമുക്ക് വ്യൂ പോർട്ടിൽ ഇത് കാണാൻ പറ്റും. അതാണ് ഈ ഒരു emptiesന്റെ പ്രത്യേകത. ഇനി നമ്മൾ പാരന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീല് ഈ ഒരു കാറുമായിട്ട് ഇപ്പൊ പാരന്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ കാർ അങ്ങോട്ട് മൂവ് ചെയ്താലും വീൽ അതിന്റെ പിറകെ വരും. പക്ഷെ ഇപ്പൊ നമ്മൾ ഇതേപോലെ ഒരു എംറ്റിയിലോട്ട് പാരന്റ് ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പിടിച്ച് പാരന്റ് ചെയ്യാൻ പോകരുത്. പാരന്റ് അങ്ങനെ ഇപ്പൊ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു എംറ്റി മൂവ് ചെയ്യുമ്പോൾ വീല് മൂവ് ആവുന്നതാണ്. പക്ഷെ ഈ ഒരു കാർ മൂവ് ചെയ്യുമ്പോൾ ഈ ഒരു വീല് ഔട്ട് ഓഫ് ഓർഡർ ആയിട്ട് മൂവ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു ഒബ്ജക്റ്റിന് രണ്ട് പാരന്റ് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഒന്ന് മൈൻഡിൽ വെച്ചതിന് ശേഷം പാരന്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ചെറിയൊരു ആനിമേഷൻ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് ടൈമിൽ മുകളിലോട്ട് വലിച്ചിടാം. അതിനുശേഷം ഈ ഒരു empty സെലക്ട് ചെയ്തതിനു ശേഷം ഐ കൊടുക്കുക. ഐ എന്ന് പറയുന്നത് ഒരു പ്രോപ്പർട്ടിയിലോട്ട് നമ്മുടെ കീ ഫ്രെയിം ആഡ് ചെയ്യുന്നതിന്റെ ഒരു ഷോർട്ട് കട്ടാണ്. ഈ ഒരു ഐ പ്രസ് ചെയ്യുമ്പോൾ നമുക്കൊരു വലിയൊരു ലിസ്റ്റ് കാണാൻ പറ്റും. ലൊക്കേഷൻ കീ കൊടുക്കാം, റൊട്ടേഷൻ അല്ലെങ്കിൽ സ്കെയിൽ കൊടുക്കാം. ഇത് മൂന്നും നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ലൊക്കേഷൻ റൊട്ടേഷൻ എന്ന കോംബോ, അല്ലെങ്കിൽ റൊട്ടേഷൻ ആൻഡ് സ്കെയിൽ എന്നുള്ള കോംബോ. അതേപോലെ കുറെ അധികം കോമ്പിനേഷൻസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പൊ നമുക്ക് റൊട്ടേഷൻ സെലക്ട് ചെയ്യാം. ഇനി നമുക്കൊരു 100 ഫ്രെയിം അപ്പുറത്തോട്ട് മാറിയിട്ട് RC180 അതുകൊണ്ട് 360 ഇനി ഒന്നുകൂടെ റൊട്ടേഷൻ. ടൈം ലൈനിലോട്ട് പോകുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും സ്റ്റാർട്ടിംഗ് വാല്യൂ, എൻഡിങ് വാല്യൂ എന്ന് പറയുമ്പോൾ, ഇപ്പൊ നമ്മുടെ ആനിമേഷൻ റെൻഡർ ചെയ്യുമ്പോൾ ഇതില് ഈ ടൈം ലൈനിൽ ഫസ്റ്റ് ഫ്രെയിം തൊട്ട് 250 ഫ്രെയിം വരെ ഇതിൽ റെൻഡർ ആവും. പക്ഷെ നമുക്ക് ഇവിടെ 100 ഫ്രെയിം വരെ നമുക്ക് ആനിമേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ വാല്യൂ 100 എടുക്കുക. നമുക്ക് ഇവിടെ ടൈം ലൈൻ ഷോർട്ട് ആയി നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നോക്കിയാൽ കാണാം നമ്മുടെ ഈ ഒരു ആനിമേഷൻ നല്ല രീതിയിൽ പ്ലേ ആവുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റെൻഡർ ആനിമേഷൻ കൊടുത്താൽ നമ്മൾക്ക് കാണാൻ പറ്റുന്നത്. ഇനി നമുക്ക് റെൻഡർ ചെയ്യുന്നതിന് മുന്നേ ചില ഓപ്ഷൻസ് നമ്മൾക്ക് കൊടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഔട്ട്പുട്ട് പ്രോപ്പർട്ടീസിലോട്ട് പോവുക. നമുക്കിവിടെ റെസൊല്യൂഷൻ സെലക്ട് ചെയ്യാൻ പറ്റും, അതേപോലെ ഫ്രെയിം റേറ്റ്, ഫ്രെയിം റേഞ്ച്. ഇനി നമുക്ക് ഔട്ട്പുട്ട് ഏതൊരു ഫോൾഡറിലോട്ടാണോ പോവേണ്ടതെന്ന് സെലക്ട് ചെയ്യാൻ പറ്റും, അതേപോലെ ഏത് ഫോർമാറ്റ് ആണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. ഇതിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആനിമേഷൻ റെൻഡർ ചെയ്യുമ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഇത്തിരി പിറകിലോട്ടാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ സ്പെക്സ് ഇത്തിരി കുറഞ്ഞതാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും വീഡിയോ ഫോർമാറ്റ്സ് കൊടുക്കരുത്. എപ്പോഴും PNG, JPEG അങ്ങനെയുള്ള ഫോർമാറ്റ്സ് മാത്രം കൊടുക്കാൻ ശ്രമിക്കുക. അതാവുമ്പോൾ ഇൻ കേസ് നിങ്ങളുടെ റെൻഡർ പകുതിക്ക് വെച്ച് നിന്ന് പോവുകയാണെങ്കിൽ നമുക്ക് നിന്ന് പോയ ആ ഒരു ഫ്രെയിം തൊട്ട് നമുക്ക് റെൻഡർ ചെയ്താൽ മതി. അഥവാ ഇനി ഒരു വീഡിയോ ഫോർമാറ്റിലോട്ടാണ് റെൻഡർ ചെയ്യുന്നതെങ്കിൽ പകുതിക്ക് വെച്ച് കട്ടായി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തൊട്ട് റെൻഡർ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് PNG അല്ലെങ്കിൽ JPEG പോലുള്ള ഇമേജ് ഫോർമാറ്റ്സിൽ വെച്ച് റെൻഡർ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പൊ നമ്മൾ PNG ആണ് കൊടുത്തേക്കുന്നത്. കളർ ഡെപ്ത്, കംപ്രഷൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇവിടെ നമ്മളിപ്പോ ഇമേജ് ഫോർമാറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കിവിടെ ഫ്രെയിം റേറ്റ് ഒരു പ്രശ്നമായിട്ട് വരുന്നില്ല. കാരണം ഈ ഒരു ഇമേജ് സീക്വൻസ്
ഫ്രെയിം റേറ്റുമായിട്ട് ഇൻഡിപെൻഡന്റ് ആണ്. അപ്പോൾ ഇനി ഔട്ട്പുട്ട് നമ്മൾ കൊടുക്കുമ്പോൾ എപ്പോഴും ഡീഫോൾട്ട് ആയിട്ട് നമ്മുടെ ലോക്കൽ ഡിസ്ക് സിയിൽ ടെമ്പററി TMP എന്ന് പറയുന്നൊരു ഫോൾഡറിലായിരിക്കും ഈ ഒരു ബ്ലെൻഡറിന്റെ ആനിമേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഫ്രെയിംസും സേവ് ആവുന്നത്. അത് നമുക്ക് മാറ്റണമെങ്കിൽ ഔട്ട്പുട്ട് ഓപ്ഷന്റെ താഴെ ഇവിടെ നമുക്ക് ഫയലിന്റെ ഈ ഒരു ഫോൾഡറിന്റെ ഒരു ബട്ടൺ ഉണ്ട്. അതിൽ സെലക്ട് ചെയ്ത് നമുക്ക് മാറ്റാൻ പറ്റും ടെമ്പററി ഫോൾഡർ. ഇനി ഇവിടെ ഒരു പ്ലസ് ഐക്കൺ ഉണ്ട്, അത് പ്രസ് ചെയ്ത് നമുക്ക് ന്യൂ ഫോൾഡർ ആഡ് ചെയ്യാം. ഇനി അതിൽ നമുക്ക് റീനെയിം ചെയ്യാനുള്ളതുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു നമ്പർ 1 മാത്രമേ കൊടുക്കുന്നുള്ളൂ. എൻ്റർ കൊടുക്കുക, അക്സെപ്റ്റ് കൊടുക്കുക. ഡബിൾ ക്ലിക്ക് ചെയ്ത് ആ ഒരു ഫോൾഡറിന്റെ അകത്ത് നിന്ന് അക്സെപ്റ്റ് കൊടുക്കുക. ഇനി റെൻഡർ ആനിമേഷൻ കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു റിയൽ ടൈം എഞ്ചിൻ ആയതുകൊണ്ടും പറഞ്ഞതുപോലെ സൈക്കിൾസിന്റെ അത്ര കാൽക്കുലേഷൻ വരുന്നില്ല എന്നുള്ളത് കൊണ്ടും ഇത് പെട്ടെന്ന് തന്നെ റെൻഡർ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ സൈക്കിൾസിലാണെങ്കിൽ കുറെ അധികം കാൽക്കുലേഷൻ ഉള്ളത് കൊണ്ട് നല്ല രീതിയിൽ താമസിക്കാനുള്ള ചാൻസ് ഉണ്ട്. റെൻഡർ ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. ഇവിടെ മുകളിൽ റെൻഡർ ഇമേജ് അല്ലെങ്കിൽ റെൻഡർ ആനിമേഷൻ. ഇപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഇമേജ് ആണ് വേണ്ടതെങ്കിൽ റെൻഡർ ഇമേജ് കൊടുക്കുക, റെൻഡർ ആനിമേഷൻ കൊടുക്കുക. അല്ലെങ്കിൽ ആനിമേഷൻ ആയിട്ട് വേണ്ടതെങ്കിൽ റെൻഡർ ആനിമേഷൻ കൊടുക്കാം. റെൻഡർ ആനിമേഷൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഓരോ ഇമേജസും ഓട്ടോമാറ്റിക്കലായിട്ട് തന്നെ നമ്മുടെ ഫോൾഡറിൽ സേവ് ആവും. പക്ഷെ റെൻഡർ ഇമേജ് കൊടുക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾ മാനുവലായിട്ട് തന്നെ സേവ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതുകൂടെ ഒന്ന് ആലോചിക്കുക. നിങ്ങളുടെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഫോൾഡറിലായിരിക്കില്ല സേവ് ആകുന്നത്. അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം സേവ് ചെയ്യുക. ഇമേജ് ആണ് കൊടുക്കുന്നതെങ്കിൽ. അപ്പൊ നമുക്ക് റെൻഡർ ചെയ്തതിന് ശേഷം വരാം. അപ്പൊ നമ്മുടെ സീൻ ഇവിടെ റെൻഡർ ആയിട്ടുണ്ട്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഇമേജ് സീക്വൻസ് നമുക്കൊരു വീഡിയോ ഫോർമാറ്റിലോട്ട് മാറ്റണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു വീഡിയോ ഫോർമാറ്റിലോട്ട് മാറ്റണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രീമിയർ പ്രോ യൂസ് ചെയ്യാം, ആഫ്റ്റർ എഫക്ട്സ് യൂസ് ചെയ്യാം, ഏതൊരു സോഫ്റ്റ്വെയറും യൂസ് ചെയ്യാം. ഇപ്പൊ നമുക്ക് ബ്ലെൻഡറിലെ തന്നെ നമ്മുടെ വീഡിയോ എഡിറ്റർ യൂസ് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ വർക്ക് സ്പേസസിന്റെ അവിടെ ഒന്ന് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു പ്ലസ് ഐക്കൺ കാണാം. അവിടെ വീഡിയോ എഡിറ്റിങ്ങിന്റെ അവിടെ പ്രസ് ചെയ്യുക, വീഡിയോ എഡിറ്റർ സെലക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ബ്ലെൻഡറിന്റെ തന്നെ നേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ എഡിറ്റർ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ആഡ് കൊടുക്കുക, അല്ലെങ്കിൽ Shift+A ഇമേജ് സീക്വൻസ്. അവിടെ ചെന്ന് നമ്മുടെ ഇമേജ് സീക്വൻസ് കണ്ടുപിടിക്കുക. ഒരു ഫ്രെയിം സെലക്ട് ചെയ്തതിനു ശേഷം A പ്രസ് ചെയ്യുക, എന്നിട്ട് ആഡ് ഇമേജ് സ്ട്രിപ്പ് കൊടുക്കുക. അപ്പൊ അത് നമ്മുടെ ആ ഒരു ഇമേജ് സീക്വൻസ് അവിടെ ലോഡ് ആയിട്ടുണ്ട്. ഇനി ഔട്ട്പുട്ട് പാനലിന്റെ അവിടെ വന്ന് ഈ ഒരു PNG എന്നുള്ളത് FFmpeg വീഡിയോ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ പ്രീസെറ്റിന്റെ അവിടെ MP4 സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി റെൻഡർ ചെയ്യുമ്പോൾ അത് നമുക്കൊരു വീഡിയോ ഫോർമാറ്റിലായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സീൻ നമുക്ക് റെൻഡർ ചെയ്യുന്നത്. ഇനി അടുത്ത പാർട്ട് മുതൽ ഞാൻ ഈ ഒരു സീരീസിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു കപ്പിന്റെ സീൻ എങ്ങനെ നമുക്ക് മോഡൽ ചെയ്ത് റെൻഡർ ചെയ്തെടുക്കാമെന്ന് ഞാൻ പറയുന്നതാണ്. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ എൻ്റെ Instagram ID ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.